അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാ. ഇത് അകത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡിൽ കലരും. ഈ ഫുഡിന്റെ അകത്തുകൂടെ ഈ സാധനത്തിൽ പോയിട്ട് ഇതിൽ നെർവ്സിൽ അപ്പം ഈ ധമനികൾ ഇത് എടുത്തിട്ട് ഹൃദയത്തിൽ എത്തിക്കും. ഈ സാജൻ സ്കറിയയുടെ ആളുകൾ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് 2 കോടി രൂപയാണ് ഓഫർ ചെയ്തത് എം ആർ അജിത് കുമാറിന്. നിങ്ങളിത് കേട്ടിട്ടില്ലേ? ഇപ്പൊ അതിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇയാള് പണ്ട് പാലക്കാട് SP ആയിരുന്ന സമയത്ത് ഇയാൾ SI ആയിരുന്നു. ഇയാള് ബാക്കിയുള്ളവരോട് നീതി ന്യായം പറഞ്ഞാല് MR അജികുമാർ ഒരു സ്ഥാനം വിളിച്ചു പറഞ്ഞാൽ എന്തും ചെയ്യും. അത് തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. അടിമക്കണ്ണാണ്. ഞാൻ ഓൾറെഡി ഒരു കസ്റ്റോഡിയലത്തിന്റെ ഇഷ്യൂസ് തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള അറ്റാക്കുകൾ മുഴുവൻ നേരിടുമ്പോ എനിക്ക് അത് ഫേസ് ചെയ്യാനായിട്ടുള്ള, അത് MLA കൊടുത്ത ഒരു പരാതി എന്ന് പറയുമ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥ ഇല്ല. എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. MLA അതൊന്നും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തുകൂടെ? ഈ പരാതിയുമായിട്ട് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദയവ് നമ്മൾ ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറരുത്. എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു പ്ലീസ്. നിങ്ങൾ മാറിയാൽ മതി. വേറെ ഭാര്യ എന്ത് കൊടുത്താലും എന്റെ വിഷയങ്ങളെയല്ല. എനിക്ക് MLA കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അതിനൊരു വലിയൊരു ഹൈപ്പ് പോവും. അതിൽ എനിക്ക് വരുന്ന ഈ ഇമേജിൽ ഉണ്ടാകുന്ന ഡാമേജ്. നമസ്കാരം. PV അൻവർ MLA പൊട്ടിച്ച ബോംബുകൾ പലരുടെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെയും ഒക്കെ ആരോപണം ഉയർത്തുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആറ്റം ബോംബ് തന്നെയാണ് പൊട്ടിച്ചത്. അൻവർ ബോംബുകൾ പൊട്ടിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തിയിരുന്നത്. ഒരു ഭരണപക്ഷ MLA ഉയർത്തിയ ആരോപണമെന്ന നിലയിൽ CPM-ഉം പിണറായി വിജയനും അതിനെ കാര്യഗൗരവത്തോടെ കണ്ടാണ് നടപടികളിലേക്ക് നീങ്ങിയതെങ്കിലും പോലീസ് രഹസ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ അൻവറിന് എതിരാണെന്നുള്ള കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോഴിതാ മലപ്പുറം മുൻ SP-യും ഇപ്പോഴത്തെ പത്തനംതിട്ട SP-യുമായ സുജിത് ദാസിന്റെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ്. സംസാരിക്കുന്നത് PV അൻവർ MLA-യോട് തന്നെയാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, ഈ ഒരു കേസ് വന്നതിന് ശേഷം തനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, തനിക്ക് ആ ജില്ലയിലേക്ക് കടക്കാനേ കഴിയുന്നില്ല, മാത്രമല്ല ഒരു മനസ്സമാധാനവുമില്ല, തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. താങ്കൾ വിചാരിച്ചാൽ ആ കേസ് പിൻവലിക്കാൻ കഴിയും, അത് എങ്ങനെ പിൻവലിക്കാൻ കഴിയുമെന്നും ഒക്കെ അദ്ദേഹം MLA-യോട് തുറന്നു പറയുകയാണ്. ദൈവത്തെയോർത്ത് തന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, എനിക്ക് ഡാമേജ്, എൻ്റെ കരിയറിന് ഡാമേജ് ഉണ്ടാക്കരുത്, ഇത് മനഃപൂർവ്വമല്ലാതെ ചെയ്തു പോയ ഒരു സംഭവമാണ്. അയാൾ നടത്തിയിരുന്നത്, അയാൾ ആ ഡ്രഗ് വിഴുങ്ങിയിരുന്നു, അത് നമ്മൾ ആരുമേ അറിഞ്ഞതേയില്ല, മനഃപൂർവ്വം ഒരു ഇന്റൻഷനോട് കൂടി ചെയ്ത സംഭവമല്ല. പക്ഷേ ഇതെന്റെ കരിയർ തന്നെ നശിപ്പിക്കുകയാണ്. 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തന്നെ മാനസികാവസ്ഥ മാറിപ്പോയിരിക്കുന്നു. ഞാൻ താങ്കളുടെ കാൽക്കൽ വീഴുകയാണ്, താങ്കൾ എങ്ങനെയും എന്നെ രക്ഷിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ PV അൻവർ MLA-യുടെ കാല് പിടിക്കുന്ന മറ്റു ചില സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം കാല് പിടിക്കുന്ന ഒരു ഓഡിയോയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഓഡിയോ കേൾക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഏതാണ്ട് ഒരു ആകെ തുക എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഓഡിയോയിലേക്ക്. ഹലോ, നമസ്കാരം. പുറത്തിറങ്ങിയത് എങ്ങനെയാണല്ലോ, തിരക്ക്. പിന്നെ ഈ ആളുകളടിയിൽ നിന്ന് വണ്ടിയിൽ നിന്നൊന്നും ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ലല്ലോ, ഇപ്പോഴും ആൾക്കാരൊക്കെ. ശരിക്കും നമ്മളെ താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത്? അത് അവന്റെ മരണകാരണം എന്താ? അതെന്ന് പറഞ്ഞാല് മറ്റേ ഈ MDMA-യുടെ 2 കവർ ഈ ചെറുക്കം വിഴുങ്ങിയിരുന്നു. അപ്പം ഈ കവർ അകത്ത് കിടന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാ. ഇത് അകത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡിൽ കലരും. ഈ ഫുഡിന്റെ അകത്തുകൂടെ ഈ സാധനത്തിൽ പോയിട്ട് ഇതിൽ നെർവ്സിൽ അപ്പം ഈ ധമനികൾ ഇത് എടുത്തിട്ട് ഹൃദയത്തിൽ എത്തിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ ഈ നമുക്ക് പ്രവർത്തനം നിലയ്ക്കും. പിന്നെ ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന് 90% ധമനികൾ ബ്ലോക്ക് ആയിരുന്നു. അതായത് 90% ബ്ലോക്ക് അടി കൊടുത്താൽ തീരും, ആ രീതിക്കാണ് അവർക്ക്. അപ്പൊ അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാവുമല്ലോ. ഹലോ കേൾക്കാമോ? അതെ, കോള് കയറുന്നതാണ്. അതാണ് ഈ വാട്സാപ്പിൽ വിളിക്കുമ്പോൾ പ്രശ്നം ഇതാണല്ലോ. അപ്പൊ പല്ല് മുഴുവൻ ദ്രവിച്ചു പോയി, അതായിരുന്നു അവന്റെ അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ഒരാള് കിട്ടി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചു കഴിയുമ്പോ മനസ്സിലാകത്തില്ലോ. കാരണം ഇവരൊന്നും ചെയ്തുമില്ല. ഇവൻ ഈ വണ്ടി കിടന്ന് ഈ ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് മുമ്പോട്ടും പുറകോട്ടും കിടന്ന് ഇടിക്കുന്നുണ്ട്.
കാലിട്ടടിക്കുന്നുണ്ട്. അപ്പൊ ഈ പിടിച്ചതിന് ചില ആളെ പിടിക്കുമ്പോ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിറുലൻ സ്വഭാവം ഉണ്ടല്ലോ, അതാന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല. അപ്പൊ ഇവൻ ആരോട് പറഞ്ഞുമില്ല. അപ്പം ഇവര് ഒരു ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു 4 മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പൊ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അത് അറിഞ്ഞില്ല, ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് ഈ സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നത്. അപ്പം വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു. അപ്പൊ നമ്മുടെ നല്ല കാലമോ കഷ്ടകാലമോ അപ്പൊ എന്തായാലും നമ്മൾ സെൽഫിഷ് ആയി മാറുന്നൊന്നുമില്ല. ഞങ്ങൾ ആ സമയത്ത് ടോമിൻ തച്ചങ്കരി സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ, തിരുവനന്തപുരത്ത്. അപ്പൊ ഞാനും എന്റെ ഒരു ഷഹൻഷാ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുകാരൻ പയ്യനുണ്ട്, അവൻ 21 ബാച്ചാ. അവൻ താനൂർ SHO ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കുക. അപ്പൊ അവന് അവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് കേസിൽ പ്രതിയായി പോയനെ. അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം, അവനും അന്ന് ആ തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ തലശ്ശേരി ASP ആയി, ജനുവരി 1 SP ആവും. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരൊക്കെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തില്? ഹലോ, പോലീസുകാര് ബുക്ക് ചെയ്ത കേസിൽപ്പെട്ട ഹലോ അവർക്കെല്ലാം ജാമ്യം കിട്ടി. അല്ല, എന്താണ് ചാർജ് ഷീറ്റിൽ അവരെ സിറ്റുവേഷൻ എന്താണ്? ചാർജ് ഷീറ്റ് ആയിട്ടില്ല, അവരിപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ്. കുടുങ്ങാതെ, കാരണം അതിനകത്ത് ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു മനഃപൂർവ്വമായിട്ട് ഒരു കുറ്റം ചെയ്യണം എന്നുള്ള ഉദ്ദേശം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭാഷയിൽ മെൻസ്രിയ എന്ന് പറയും. അത് ഉള്ളപ്പോഴാണല്ലോ ശരിക്കും ഒരു കുറ്റവാളിയാകുന്നത്. ഇത് MDMA ഉപയോഗിച്ച ആൾക്കാരെ പിടിക്കണം എന്നുള്ള ഉദ്ദേശമല്ലാതെ ഇവനെ തല്ലിക്കൊല്ലണം എന്നുള്ള ഉദ്ദേശമില്ല. ഇപ്പൊ നമ്മൾ ഇടുക്കിയിലെ കൂട്ടക്കല്ല മറ്റേ ഉരുട്ടിക്കൊല്ലയൊക്കെ നോക്കുമ്പോ 4 ദിവസമൊക്കെ വെച്ച് അടി കൊടുത്ത് ശരീരത്തിന്റെ സകലമാന ഭാഗവും ചതച്ച് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് അങ്ങനെ ഒരു സാധനമേ അല്ലല്ലോ. ഇന്റൻഷൻ ഇല്ല, ഇതിൽ ഇന്റൻഷൻ ഇല്ലല്ലോ. ഇതിൽ MDMA ഉള്ളവനെ പിടിച്ചു, ഇവൻ വിഴുങ്ങിയിട്ടുള്ള കാര്യം കൂടെ നിൽക്കുന്നവനും അറിയത്തില്ല, പിടിച്ച പോലീസുകാർക്കും അറിയത്തില്ല. അപ്പോഴുണ്ടാകുന്ന ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു ജീവൻ പോയാൽ എന്തായാലും ജീവൻ പോയി, അതിനിപ്പോ വേറെ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. പോസ്റ്റ്മോർട്ടത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ട്, അതുണ്ട്. അത് ഇവർക്ക് ഫേവറബിൾ ആവുമല്ലോ അല്ലെ? പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ ഒരു മനഃപൂർവ്വമായിട്ട് കുറ്റം ചെയ്യേണ്ട ഉദ്ദേശം ഇല്ലാതെ, എന്നാൽ ആ ഒരു അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ അവര് പോയി 90 ദിവസം ജയിലിൽ കിടക്കുമ്പോ ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അതെ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ബാക്കി നമ്മള് എന്തായാലും നോക്കണം. ഇപ്പൊ നമ്മുടെ വിഷയം ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നല്ലേ. ഇന്ന് വന്ന സജഷൻ എന്താ വെച്ചാല്, ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു, എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഇതാണ്. ഇതിന്റെ അവർക്കും ഏകദേശമൊക്കെ അറിയാൻ തോന്നുന്നു, എനിക്കറിയില്ല. എല്ലാവർക്കും അറിയാലോ. അപ്പോ ഇതില് നമുക്ക് കിട്ടേണ്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടില്ല. ഈ എന്താ പറയാ, മറ്റേ സിനിമാ കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പൊളിറ്റിക്കൽ ഡിസ്കഷനും പ്രശ്നങ്ങളുമാണ്. അപ്പോൾ നാളെ ഒരു ഫൈനൽ ഡിസിഷൻ കൂടി ആലോചിച്ചെടുക്കുക എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീണ്ടും ഒരു സഹോദര സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ MLA യോട് ചോദിക്കുകയാണ്. ഞാൻ എന്റെ ഒരു 5 മിനിറ്റ് ഒന്ന് കേൾക്കണം. എന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ അനിമാഷിന് ഫുൾ എന്റെ ഇൻ ആൻഡ് ഔട്ട് അറിയുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻസിന്റെ ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് 1 തൊട്ടിട്ട് ഞാൻ മറ്റൊരു മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുക, ഈ കസ്റ്റോഡിയൽ ഡെത്ത് കാരണം. അപ്പം ഞാൻ ആകെ ഒരു തകർന്ന് തരിപ്പണമായി നിന്ന് എനിക്ക് ആ ജില്ലയിലോട്ട് ഇപ്പൊ വണ്ടി കൊണ്ട് പാസ് ചെയ്യാൻ പോലും പേടിയാ. എന്റെ മെന്റൽ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും ഞാൻ ഇല്ല എന്ന് പറയുന്നത് എനിക്കൊന്നും തോന്നരുത്. കാരണം എനിക്ക് ഒരു മനസ്സിന്റെ ഉള്ളിലൊരു ഭയം, എന്റെ 1.5 വയസ്സുള്ള കൊച്ചിനെ പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പം ആ ജില്ലയിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോലും, ആരെയും ഭയന്നിട്ടൊന്നുമല്ല, മനസ്സുകൊണ്ട് ഞാൻ തയ്യാറല്ല. അത്രയ്ക്കും എനിക്കൊരു ഡിസ്റ്റർബൻസ് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ടോട്ടലി നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ ഞാൻ അത്രയും മാറി നിന്ന് ഒരു 8 മാസം കഴിയുമ്പോഴും ഇപ്പൊ ഒരു 9-10 മാസമായി ഞാൻ അവിടുന്ന് പോകുന്നുണ്ട്. വീണ്ടും ഇതിന്റെ ശരിയോ തെറ്റോ നന്മയോ തിന്മയോ അല്ല, വീണ്ടും വലിച്ചടയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല ലിറ്ററലി പറഞ്ഞ.
അതിന്റെ മറ്റു വികാരങ്ങളല്ല. എനിക്ക് എത്രത്തോളം MLA മനസ്സിലാക്കുന്ന എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ്. ഇന്ന് ഞാൻ ശരിക്കും ഒരു ജോലിയും എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. ഇപ്പം മറ്റൊരു ഒരു കുറ്റവാളിയായ ഒരു പോലീസുകാരൻ കൊടുക്കുന്ന പരാതിയെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ അത് MLA പോലെ ഒരു വലിയൊരാള് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. അത് എന്റെ ചിന്തകളുടെ പ്രശ്നങ്ങളും എന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളാണ്. അപ്പം MLA അതിന് നമ്മളൊരു 25-30 വർഷമെങ്കിലും എന്നെ പോലെയുള്ളവനെ DIG IG ആയിട്ടൊക്കെ സഹിച്ചേ പറ്റും നിങ്ങളുടെ കീഴില്. അപ്പം ആ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും MLA എനിക്ക് വേണ്ടി എനിക്കറിയാം ശശിയോട് ഒരു തീരാത്ത ഒരു ദേഷ്യം നിങ്ങളുടെ ഒരു MLA എന്നുള്ള ഒരു രീതിയിൽ ആദ്യത്തെ അനുഭവം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടാവാം. അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഞാനൊന്ന് മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ്. അതായത് ഇപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ കാല് പിടിച്ച് പറയുമ്പോൾ മാത്രമല്ല ഇത്രയും എന്താ പറയുക ജൂനിയർ ഇനിയും 10-20 വർഷം സർവീസിലൊരു വ്യക്തിയാണ്. ഇപ്പം നമ്മളായിട്ട് അദ്ദേഹത്തെ കുളത്തിലിറക്കരുതല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ അഭിപ്രായമാണ് അവരും പറയുന്നത്. ഇതിങ്ങനെ ഈ പുകഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതൊരു അന്വേഷണം നടത്തി അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രശ്നം തീരുമല്ലോ. അത് അന്വേഷിക്കാനായിട്ട് ഓൾറെഡി ഒരു പരാതി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ ശ്രീജിത്ത് എന്ന് പറയുന്നത് അയാൾ ഒരു ലോ പ്രൊഫൈൽ പേഴ്സൺ ആണ്. അയാളുടെ പരാതിയിൽ അത് അന്വേഷിച്ചാൽ അതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നടപടി നടന്നോട്ടെ. പക്ഷെ MLA പോലെ ഒരു സ്റ്റേറ്റ് മുഴുവൻ അറിയപ്പെടുന്ന ഒരു MLA ആ പരാതി വരുമ്പോ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന മാനദണ്ഡം മാറിപ്പോവാ. അത് ഒരു ലോ പ്രൊഫൈലിൽ നിന്നും ഒരു ഹൈ പ്രൊഫൈലിലേക്ക് പോവാ. മറ്റേ പരാതിയിൽ അന്വേഷണം എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, അത് അന്വേഷിക്കുന്ന ആൾക്കാർ അന്വേഷിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ MLA പരാതി കൊടുക്കരുത്. അതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. പരാതി നമ്മൾ കൊടുത്തല്ലോ SP. അതൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് അത് വിഡ്രോ ചെയ്തൂടെ? അല്ല, എങ്ങനെ നമ്മളത് വിഡ്രോ ചെയ്യാൻ പറ്റും? നമ്മൾ മെയിൽ ചെയ്തല്ലേ? അത് മെയിൽ ചെയ്തതാണ്. മെയിൽ പറഞ്ഞ പരാതി തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഒറ്റ ലൈനിൽ തീരില്ലേ? അല്ല, നമ്മളത് പരാതിയിൽ നമ്മൾ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് പുറത്തറിഞ്ഞാൽ അത് വളരെ മോശമല്ലേ? നമ്മളൊരു പരാതി ഇത് സിസ്റ്റത്തിൽ കിടക്കില്ലേ? ഇതിപ്പോ SP നേരിട്ടല്ലല്ലോ ഹാൻഡിൽ ചെയ്യുക, അവിടെ ഓഫീസിൽ വരുന്ന സ്റ്റാഫല്ലേ ഇത് ഹാൻഡിൽ ചെയ്യുക. നമുക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് മായ്ക്കാൻ എന്താ മാർഗം? ഞാനിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് SP കൊടുത്ത പരാതി അവിടുത്തെ ക്യാമ്പ് ഓഫീസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അത് അതിന്റെ പുറത്തേക്ക് ഒരാളും അത് അറിയാനും പോണില്ല. അപ്പം മേൽ പറഞ്ഞ പരാതി തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അൽമാഷ് പോലും എന്റെ അടുത്ത് പറഞ്ഞ അങ്ങനെ കേട്ടോ, MLAയോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും അങ്ങനെ എന്റെ അദ്ദേഹം പറഞ്ഞത്. ഞാനത് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്യാന്ന് തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞാണ്, വേറെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തമ്മിൽ എത്രത്തോളം ആത്മബന്ധം ഉണ്ടോ അത്രയും പോലും ഇല്ലെങ്കിൽ പോലും ഒരു സഹോദരി ബന്ധം ഉള്ളതുകൊണ്ടാണ് എന്റെ അടുത്ത് ആ ഒരു ഫ്രീഡത്തിൽ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോ ഇതില് ഇലക്കും മുള്ളിനും കേടില്ലാതെ ഈ വിഷയം ഇപ്പൊ കൊടുത്ത മെയില്, ആ മെയിലിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാൻ എന്താ മാർഗം? അതിന് വേറെ വഴിയില്ല. അത് ഓൾറെഡി അത് പ്രിന്റ് എടുത്തു ഈ ശശിനെ കാണിച്ചിട്ടുണ്ട്. അയാൾ അവിടെ ഇല്ല, അയാൾ 2 ദിവസം ലീവാണ്. അപ്പൊ അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് ഓക്കെ, ശശിയല്ല മലപ്പുറം SP ഇപ്പൊ അത് അറിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പോലീസുകാരൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്ത് അല്ല, ഞാൻ നേരിട്ട് ആരോടും സംസാരിച്ചിട്ടില്ല. ഈ ശശി ഇത് അറിഞ്ഞപ്പോ ശശി ഇത് DIGനെ അറിയിച്ചു. അപ്പൊ DIG ആണ് എന്നെ വിളിച്ചറിഞ്ഞ സുഹൃത്തെ ഇങ്ങനെ അൻവർ MLA സാർ എന്താ ഇങ്ങനെ നീയോട്ട് നല്ല ബന്ധമല്ലേ, എന്താ ഇപ്പൊ സാർ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ആവശ്യം ഇല്ലാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞു എന്നോട് ഒരു ദേഷ്യമില്ല, 3 വർഷം ഞാൻ നല്ല ബന്ധം തന്നെയായിരുന്നു, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. അപ്പൊ എന്നോട് അങ്ങനെ അദ്ദേഹത്തിന് തോന്നിട്ട കാര്യമില്ല. ഇപ്പൊ ശശിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവാം, പക്ഷെ അല്ലാതെ എന്റെ അടുത്ത് അങ്ങനത്തെ ഒരുവിധ വികാരം അദ്ദേഹത്തിന് ഇല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുകയോ മറ്റോ ചെയ്യും. ഇങ്ങനെ അത് സാറൊക്കെ അത് ഇട്ടെടുത്തു കഴിഞ്ഞാല് അത് അനാവശ്യമായിട്ട് അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിയാണ്. മീൻസ് സാർ അതൊരിക്കലും മറ്റു പരാതി നടന്നു നോക്കട്ടെ, പക്ഷെ സാർ ഒരിക്കലും അത് വന്നു കഴിഞ്ഞാല് അത് മറ്റൊരു ഹൈ പ്രൊഫൈലിലേക്ക് അത് വെറുതെ പോകും. അപ്പം അത് നീ സാറിനോട് സംസാരിക്കുന്നു പറഞ്ഞു. ഇപ്പൊ അന്വേഷിക്കുന്ന നമ്മളെ DIG ആണ് കോഴിക്കോട്, അല്ല തൃശ്ശൂര്. പുള്ളിയാണ് ഇപ്പൊ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. അതെ, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇത് ചെയ്യുക. അല്ല, തൃശ്ശൂർ DIGനെ സുജിത്ത് SPക്ക് മാനേജ് ചെയ്യാൻ പറ്റൂലേ? ഇല്ല, അവരൊക്കെ ട്രാൻസ്ഫർ ആയി പോവാണേ. നാളെ അവര് റിലീവ് ചെയ്യാണ്. അല്ല, ഇപ്പൊ അടുത്ത ആള് വന്നാലും നിങ്ങളെ ഗ്രൂപ്പ് അങ്ങനെ മാനേജ് ചെയ്യാനല്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് ഒറ്റ റിക്വസ്റ്റ് MLAയോടുള്ളൂ. MLA കൊടുത്ത പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. അത് എന്റെ പേഴ്സണൽ റിക്വസ്റ്റാ. അല്ല, ഇപ്പൊ പറയുന്നത് ഇറ്റ്സ് ഓക്കെ. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പരാതി അവിടെ ഈ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ എന്താ മാർഗം?
നമ്മളൊരു പരാതി തന്നിട്ട് അതിന് ഒരു വഴിയില്ല MLA. ഇങ്ങനെ ഒരു പരാതി കൊടുത്ത അതിന് കണക്റ്റിംഗ് മെയിലായിട്ട് ഈ പരാതി തുടരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരു മെയിൽ അയക്കുന്ന അല്ലാതെ വേറെ ഒരു വഴിയില്ല. അല്ലെങ്കിൽ MLA അങ്ങോട്ട് പറയത്തില്ലേ ഒരു സ്മാർട്ടായിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന്. ഒരു കാര്യത്തിന് നിങ്ങൾ എനിക്ക് എന്റെ സമാധാനത്തിനെങ്കിലും ഇതൊന്ന് ചെയ്യും പ്ലീസ്. ഞാൻ എന്നും റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ നോട്ടെ SP, നാളെ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ അല്ലെങ്കിൽ അവൻ എന്നോട് മുഴുവൻ ശത്രുത. അത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. അൽമാഷോട് ചോദിച്ചറിയാം. അവൻ എന്റെ ഒപ്പം ഈ ശശിക്ക് നമ്മൾ തമ്മിൽ ഒരിക്കൽ പോലും ഫോണിൽ സംസാരിക്കാത്ത ആളാ. അത് നിങ്ങൾ പറഞ്ഞ എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. അതായത് അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ഈ പഴയ സ്കൂളുകളിൽ 1ാം റാങ്ക് എത്തേണ്ട ആൾക്കാരില്ല 50 മേടിക്കാനായിട്ട്. അപ്പൊ അവരുടെ ഒരു വിചാരം അടുത്തവന് 50-49 കിട്ടാവുള്ളൂ, എനിക്ക് മാത്രമേ 50 കിട്ടാവുള്ളൂ. ഈ പഴയ സ്കൂളിലെ കുതിരിപ്പ് ആൾക്കാരില്ലേ, അവൻ അങ്ങനത്തെ ഒരുത്തനാ. ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്തതിനേക്കാളും കേസെടുക്കണം, FIR ഇടണം എന്ന് പറഞ്ഞിട്ടാണ് പണി നടക്കുന്നത്. വർഷം കൊണ്ട് വിവിധ മേഖലകളിൽ പോലീസിംഗ് ചെയ്തു വെച്ചതിനൊപ്പം ഈ 57-58 വയസ്സുള്ളവന് ഓടിയെത്തത്തില്ല. കാരണം എന്റെ വയസ്സന്ന് 31 ഉള്ളൂ, ഇവന് 57 അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇവൻ എന്തുവായി? അപ്പം ഈ ചെയ്തു വെച്ചവൻ ചെയ്തതെല്ലാം മോശമാണെന്നുള്ള സാധനത്തിൽ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവൻ കൂടെയുള്ള പോലീസുകാരോടും SI-മാരോടും CA-മാരോടും DYSP-മാരോടും എല്ലാം എന്റെ കുറ്റം പറയുക. മേളിലോട്ടുള്ള ഇവന്റെ അടുപ്പക്കാരോടും വിളിച്ചു പറയുക, ഇവന്റെ ബാച്ചുകാരോടും വിളിച്ചു പറയുക, അയാൾ ചെയ്ത് ശരിയല്ല, ഞാനാണ് ഇപ്പൊ ചെയ്യുന്നത്, ഞാനാണ് ഇപ്പൊ മണ്ണ് പിടിക്കുന്നത്, ഞാനാണ് കല്ല് പിടിക്കുന്നത്, അയാൾ ഇതൊന്നും പിടിച്ചില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മോശമാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അയാളുടെ അടുത്താണ് ഈ സാധനം കിട്ടിയിരിക്കണേ. അപ്പൊ MLA ഉദ്ദേശിക്കുന്ന അതേപോലെ ഒരു 4-5 ദിവസം മുമ്പ് ഒരാളോട് പറഞ്ഞതേ, കണ്ടില്ലേ വയനാട്ടില് ഉരുൾപൊട്ടലുണ്ടായി, ഞാൻ മലപ്പുറത്തുള്ളതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഇവിടെ ഇല്ലാതിരുന്നത്, ഞാൻ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അല്ല, അത് ഇങ്ങനെ എന്താ പറഞ്ഞ ഈ ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്നോ അല്ലെങ്കിൽ ഈ പൊട്ടനോ എങ്ങനെ വേണേലും ഇതിനെ വിളിക്കാം. പക്ഷെ ഇവന്റെ ആകെ ബലം എന്ന് പറഞ്ഞത് ADG എല്ലാന്റെ MR അജിത് കുമാർ സാർ സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ഇവന് വേറെ ഒരു ബലവും ഒരു തേങ്ങയില്ല. അപ്പൊ അങ്ങേര് ശക്തനായി നിൽക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇവൻ ഇങ്ങനെ നിന്ന് പോകണം. അല്ല ഇവനെ എന്നേ ആൾക്കാർ ഓടിച്ചത്. ഇവനെ പാലക്കാട് ജില്ലയിൽ അവിടുത്തെ പോലീസുകാർ കേട്ടിട്ടില്ലായിരുന്നു, DYSP വരെ, ഇവൻ KPS SP ആയിട്ട് വരെ. കൺഫേർഡ് SP എന്ന നിലയ്ക്കുള്ള ഈഗോ അദ്ദേഹത്തിന് നല്ല ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, അദ്ദേഹത്തിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് IPS-കാരെ മുഴുവൻ കുറ്റം പറയുക. ഈ സത്യത്തിൽ ഇതിന്റെ അകത്ത് ഈ IPS അസോസിയേഷന് പറ്റിയ പാകപ്പഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല. ഇവന് ശരിക്കും ഡയറക്റ്റ് IPS-കാരെ ഇഷ്ടമല്ല. കാരണം ആ പ്രമോട്ടിയുടേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. അസോസിയേഷൻ IPS അസോസിയേഷൻ ഇങ്ങനെ ഒരു പരാതി എനിക്കെതിരെ ഉപയോഗിക്കുന്നത് ഈ MLA-യുടെ ഒരു ബൈറ്റിന്റെ ഒരു ചെറിയ ഭാഗം ഇവര് തെറ്റിദ്ധരിച്ചു. അതായത് ഒരു ചെറിയ ഭാഗത്തിൽ എങ്ങാണ്ട് ഈ IPS-കാരെന്ന് പറഞ്ഞ എന്തോ ഒരു ജനറൽ ആക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തോ ഒരു സാധനം പക്ഷേ ഈ കേൾക്കുന്നവൻ പറയുന്ന ആളുടെ ഉദ്ദേശമല്ലല്ലോ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത്. അപ്പൊ ഇവർക്ക് അങ്ങനെ തോന്നി. അതിന്റെ പേരിൽ കുറച്ച് ആൾക്കാർ മറ്റേ ഈ കാള പറ്റുന്ന കെട്ടപ്പോളെ കയറെടുത്തിറങ്ങി. എന്നിട്ട് ആ റെസൊല്യൂഷനും പാസ്സാക്കി, നാണവും കെട്ടു, MLA മാപ്പ് വിട്ടു. ഇപ്പം പുറത്തിറങ്ങി തുണിയിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. KPA അസോസിയേഷൻ തിരിച്ചും പറഞ്ഞു. അപ്പൊ നാറി നാറ്റക്കേസായിട്ടിരിക്കുക. ഒരാവശ്യമില്ലായിരുന്നു ഒരു പ്രൊമോട്ടിക്ക് വേണ്ടി അടിച്ചിട്ടിരുന്നത്. കാരണം ഈ പ്രൊമോട്ടിമാർക്ക് ഈ ഡയറക്റ്റ് IPS-കാരുമായിട്ട് യാതൊരു താല്പര്യമില്ല, എസ്പെഷ്യലി ഇവന്. കാരണം ഇവൻ ഈ ഭയങ്കര ഞാനാണ് 1ാം റാങ്കുകാരൻ, ഞാൻ മറ്റേ ചായ പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് നടക്കല്ലേ. അല്ല ഇപ്പൊ പുള്ളി SP നിങ്ങൾ ഇവിടെ 3 വർഷം വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായ പെർഫോമൻസിന്റെ മേലെ പോകണം. അതിലേറെ FIR വേണം, അതിലേറെ പെറ്റി കേസ് വേണം, അതിലേറെ മണ്ണ് പിടിക്കണം. ഞാൻ 84 ബെഞ്ച് മാർക്കിലെ ബേസിക് പോലീസിംഗ് ചെയ്തു വെച്ചേ. ഇവൻ അതല്ലാതെ ആകെ FIR കൂട്ടാനും മണ്ണുവണ്ടി പിടിക്കാനായിട്ടും ഞാൻ അതിന് വളരെ കൃത്യമായി എന്റെ നയം വളരെ വ്യക്തമായിരുന്നു. കരിങ്കൽ കാറിക്ക് നയം വളരെ വ്യക്തമാണ്. കൃത്യമായി ലൈസൻസിങ് ഉണ്ട്, അതിന് ലൈസൻസ് ഇല്ലാത്തതിനെ നോക്കുക. ചെങ്കല്ലിന് നമുക്ക് നെല്ലും പതിരും വേർപെടുത്താൻ പറ്റില്ല. കാരണം ജില്ലയിൽ ആകെ ലൈസൻസ് ഉള്ള പണ്ട് കാലത്ത് ഏതോ ഒരു ഒരെണ്ണമാണ്, വേറെ ആർക്കും ലൈസൻസ് ഇല്ല. നമുക്ക് ആകെ അതിനകത്ത് നെല്ലും പതിരും വേർതിരിക്കാനേ പറ്റത്തുള്ളൂ. മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ് താഴെയുള്ളവർ മരിച്ചു പോകും. അല്ലെങ്കിൽ ഒരാളുടെ പറമ്പിൽ ഗുണ്ടായിസം കാണിച്ച് കേറി ഒരു പ്രമോഷനില്ലാതെ കേറി വെട്ടുക. അല്ല നാട്ടുകാർക്ക് ഭയങ്കരമായ പരാതി, വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഞങ്ങളെ വീട് നശിക്കുന്നു പറയുന്നവര്. അങ്ങനെയുള്ള പരാതികളെ SB വെരിഫൈ ചെയ്ത് നന്മയുണ്ടെങ്കിൽ നടപടി. ഇല്ല, ഞാനൊരു കോളിലാണ്, വാട്സാപ്പിലാണ് സാർ. ഹലോ
വന്നു തോന്നുന്നു. കോള് വന്നു, ഞാനത് റിജക്ട് ചെയ്തപ്പോൾ ആക്സെപ്റ്റ് ബട്ടൺ ആയിപ്പോയി. അപ്പം ഞാനത് നെല്ലും പതിരും വേർതിരിച്ച് പിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മണ്ണാണെങ്കിൽ ലൈഫ് മിഷനിൽ പിടിക്കുന്ന, ലൈഫ് മിഷനിൽ പോകുന്ന ഒരൊറ്റ വണ്ടി പിടിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാള് ലൈഫ് മിഷൻ മാത്രമാണ് പിടിക്കുന്നതെന്ന്. ലൈഫ് മിഷൻ ഭ്രാന്താണ്. അത് നിങ്ങൾ മാറ്റാത്തത് എന്റെ കുറ്റമല്ല. അല്ല, അവിടെയാണല്ലോ പ്രശ്നം ഉണ്ടായത്. SP, അതായത് അമരമ്പലം പഞ്ചായത്തിൽ 827 വീടോ എന്തോ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമ്മൾ പണം വെച്ചത്. സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ വീട് ഉള്ളതിൽ സ്റ്റേറ്റിൻ്റെ അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് നിലമ്പൂരിൽ. അവിടെ ആ മുറ്റത്തുനിന്ന് മണ്ണിടാൻ സമ്മതിക്കില്ല എന്ന്. എന്നിട്ട് ഞാൻ തലക്കസുഖം, ഞാൻ ഇതിന് എന്താ പറയുക, ഒരു പോലീസ് ഒരു SP ഇരുന്നിട്ട് ഇങ്ങനെ ചാടിക്കുമ്പം അതിന് തലക്കസുഖം എന്നല്ലാതെ ഞാൻ അതിനെ അതിന് മിനിമം പറയാനല്ലേ പറ്റൂ എനിക്ക്. നമ്മളവിടെ അല്ല, ആ ഒരു ഫൈറ്റിലല്ലേ തുടങ്ങിയത്. ഞാൻ പിന്നെ പാർക്കിലെ കേസ് പറയാൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് ഒരാളെ കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ എൻ്റെ അനുഭവം എനിക്ക് പറയാലോ. അതെ അതെ അതെ, 8 മാസമായി. ഒറ്റ കാര്യമുള്ളൂ, എനിക്കറിയത്തില്ല നിങ്ങൾ ADG ലോ ആൻഡ് ഓർഡറുമായിട്ട് എങ്ങനെയാ റിലേഷൻഷിപ്പ് എന്നുള്ളത്. അങ്ങനെയാണ് ഇയാൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ കേരള പോലീസിലെ ഒരു വ്യക്തി എം.ആർ. അജിത് കുമാർ. പരിചയമുള്ള ആളായിരിക്കും. അയാൾ എന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. അല്ല, MRന്റെ കാര്യം SP-ക്ക് അറിയില്ലേ? ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സാജൻ സ്കറിയന്റെ കാര്യം സർവശക്തനാണല്ലോ. അല്ല, അതായിക്കോട്ടെ, അതിപ്പോ അതിലേറെ വലിയ സർവശക്തൻ മോളിലുണ്ടല്ലോ, നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതിനപ്പുറം ആരുമില്ലല്ലോ. അതായത് ഈ സാജൻ സ്കറിയയുടെ കേസിൽ, മറുനാടൻ മലയാളിയുടെ കേസിൽ ഇപ്പൊ ഞാൻ അന്ന് സംസാരിച്ചല്ലോ, അതിൽ എന്താണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ആക്ടിൽ 2000 കമ്മ്യൂണിക്കേഷൻ ആക്ടിൽ ഈ പറയുന്ന 66F അട്രാക്ട് ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പോലീസ് ചോദിച്ചിട്ട്, അത് വന്നു കഴിഞ്ഞാൽ അത് ടെററിസാണ്, 14 കൊല്ലത്തെ ഇംപ്രീസ്മെൻ്റ് ആണ്, ജാമ്യമില്ല. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഈ ചങ്ങാതിക്ക് നല്ല വരുമാനം ഉണ്ടല്ലോ. ഞാൻ കേട്ട വിവരമാണ്, കേട്ടതല്ല, അത് ആൾമോസ്റ്റ് നമ്മൾ SP-ക്ക് അറിയുന്നുണ്ടാവും. ഈ സാജൻ സ്കറിയയുടെ ആളുകൾ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് 2 കോടി രൂപയാണ് ഓഫർ ചെയ്തത് M.R. അജിത് കുമാറിന്. നിങ്ങളിത് കേട്ടിട്ടില്ലേ? ഇപ്പൊ അതിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 1.5 കോടി, ആദ്യം 1 കോടി കൊടുത്തു, പിന്നെ 50 ലക്ഷം കൊടുത്തു. ഇപ്പൊ ആ 50 ലക്ഷം 3 മാസം സമയം പറഞ്ഞതായിരുന്നു. അതിപ്പം 6 മാസമായി, 8 മാസമായി, 10 മാസമായി ആ പൈസ അവൻ കൊടുത്തിട്ടില്ല. ആ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് SP-ക്ക് അറിയോ? അതെനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ സ്വന്തം ആളാണല്ലോ. അല്ല, അതൊന്നും ഇപ്പൊ ശശി സാറൊന്നും ഇപ്പൊ ഈ പൈസ വാങ്ങുന്ന അറിയില്ലല്ലോ. ഇങ്ങനെ അതറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിനൊന്നും അറിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഈ MRന്റെ മുഴുവൻ ബന്ധങ്ങളും ബിസിനസ്സുകാരായിട്ടാണ്, ഫുൾ ഫ്രണ്ട്സ് ബിസിനസ്സുകാരാണ്. അതറിയില്ല നിങ്ങൾക്ക്? നിങ്ങളിപ്പോ കുറെ കാലം അദ്ദേഹത്തിന് കീഴിൽ നിന്നല്ലേ. അദ്ദേഹത്തിന് തൃശ്ശൂർ റൂറൽ ഭാര്യ വീടുണ്ട്, അവിടെ കുറെ ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പലരും തമിഴ്നാട്ടിൽ ബിസിനസ് ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ വെച്ചാൽ ഈ ഗവൺമെന്റിന് എത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായ, ഈ നാട്ടിൽ ഇത്രയും വർഗീയ വിദ്വേഷം കത്തിപ്പരിച്ച് അവന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിയാൽ പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങൾ നടക്കുക? അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു ന്യൂസേ നിങ്ങൾ കേട്ടിട്ടില്ല? അല്ല, ഇയാൾ ഈ കാശ് മേടിച്ച കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് പോയ മാനസികാവസ്ഥയിൽ ഞാൻ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിലല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ആ ATS ഞാൻ അങ്ങ് ഒതുങ്ങിക്കൂടി. നിങ്ങളൊന്ന് വിളിച്ചന്വേഷിച്ച് നോക്കും, നിങ്ങൾ ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ IPS ഫ്രണ്ട്സ് ഉള്ളതല്ലേ. ഞാൻ ഈ കഴിഞ്ഞ 8-9 മാസത്തില് ആന്റി ടെററിസ്റ്റ് കോഡിൽ ബേസിക് കാര്യങ്ങൾ ചെയ്തിരിക്കുക എന്നല്ലാതെ, കുറച്ച് മാവോയിസ്റ്റുകളെ പിടിച്ചു എന്നല്ലാതെ ഞാൻ ഈ ഇവന്മാർ എന്തെങ്കിലും കാണിക്കുകയോ സംസാരിക്കുകയോ ഒരു ഇതിനും പോയിട്ടില്ല. ഇതിപ്പം ഇവന്മാരായിട്ട് സജസ്റ്റ് ചെയ്തിട്ടല്ല എന്നോട്. ഈ M.R. അജിത് കുമാർ അല്ലേ ഇപ്പം ഈ ശശിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിലിപ്പം പറഞ്ഞു ഒറ്റ ഒരാളേ ഉള്ളൂ, M.R. അജിത് കുമാർ. ദാറ്റ്സ് ദ ഓൺലി പേഴ്സൺ. അപ്പം പുള്ളിയുടെ ഇൻട്രസ്റ്റ് എന്താ? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങള്. പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ ബിസിനസ് സർക്കിളിൽ പെട്ട ആളുകളാണ്. ഇയാള് പണ്ട് പാലക്കാട് SP ആയിരുന്ന സമയത്ത് ഇയാൾ SI ആയിരുന്നു. ഇയാള് ബാക്കിയുള്ളവരുടെ നീതി ന്യായം പറഞ്ഞാല് M.R. അജിത് കുമാർ ഒരു സ്ഥാനം വിളിച്ചു പറഞ്ഞാൽ എന്തും ചെയ്യും. അത് തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. അടിമക്കണ്ണാണ്. അതുകൊണ്ടാണ് അവിടെ ഇരുത്തിയിരിക്കണേ. ആ ഒറ്റ കെയറഫിലായിരിക്കുന്നത്. ഒറ്റ കെയറഫില. കാരണം ഇയാൾ പണ്ട് തൃശ്ശൂരായി റേഞ്ച് IG ആയിരുന്നു 3-4 വർഷം. അന്ന് അപ്പം ആ ബന്ധങ്ങൾ മലപ്പുറത്തുണ്ട്. അപ്പൊ മലപ്പുറത്തിന്റെ എല്ലാ കൊട്ടേഷൻസും ശശി ഇരിക്കുന്നതുകൊണ്ട് ശശി ഒന്നും മൈൻഡ് ആകത്തില്ല. ശശി നീതി ന്യായവും മറ്റതൊക്കെ പറഞ്ഞാല് M.R. ഒരു സാധനം വിളിച്ചാൽ പിന്നെ ആ ഏരിയയിലോട്ട് പോകത്തില്ല. അപ്പം മലപ്പുറത്തെ എല്ലാ കൊട്ടേഷനും നടന്നു പോക്കോളും. M.R. അജിത് കുമാറിന്റെ നീതിയാണ് ശശിന്റെ നീതി.
അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ നീതിയൊന്നുമില്ല. അല്ല, അപ്പോൾ എസ് പി ഇപ്പം അറിയാലോ MR അജിത് കുമാർ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അതെ, നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിൻ്റെ ലൈൻ ഓഫ് ഓപ്പറേഷൻ എന്താണെന്നുള്ളത്. ഭയങ്കര ക്രൂരനായ മനുഷ്യനാണ് കേട്ടോ. എനിക്ക് പേര് അയാള് വിജയൻ സാറ് നശിപ്പിച്ചു വെച്ചത് അയാൾ ഇട്ടടുത്തന. അതുകൊണ്ട് നമുക്ക് അയാളെ പേര് കേൾക്കുമ്പോൾ വിജയൻ സാറാണ് മുഖ്യമന്ത്രിയല്ലേ ഉദ്ദേശിച്ചത്? ഒരു തർക്കമില്ല നിങ്ങളെ പറഞ്ഞില്ലേ? അദ്ദേഹത്തെ മാത്രമല്ല, പി വിജയൻ വിജയനെ സസ്പെൻഡ് ചെയ്തിട്ട് നശിപ്പിച്ചു വെച്ചേക്കണ മുഴുവൻ ഇയാളൊരുത്തനാ. ഇപ്പം ഈ ഗവൺമെന്റിന് എത്രയും വലിയ തലവേദന മുഴുവനുണ്ടായത് ഈ പോലീസിലെ മുഴുവൻ കാരണക്കാരൻ ഈ അജിത് കുമാർ എന്നല്ലേ. അദ്ദേഹം മര്യാദക്ക് കൊണ്ടുനടന്നിരുന്നെങ്കിൽ അത് നിങ്ങൾക്കും ബോധ്യമല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇവിടെ ഒരുവിധം IPS കാർക്കൊക്കെ അത് അറിയാലോ, ഉണ്ടായിരിക്കല്ലേ. എന്താ ചെയ്യാ? അല്ലാതെ നിങ്ങൾ അതായി പറയുന്നത്. അപ്പം ഈ വിഷയത്തിൽ പോലും ഇപ്പോൾ ഈ ഗവൺമെൻറ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുഖ്യമന്ത്രിയെക്കുറിച്ച്, മുഖ്യമന്ത്രി കുടുംബത്തെക്കുറിച്ച്, പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച്, കൊടിയേരി ഉണ്ടായിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് സകലമാന ആളുകളെയും കുടുംബം നാറ്റിക്കുന്ന വാർത്തകൾ നിരന്തരമായി കൊടുക്കുന്നു, വർഗീയ വാർത്തകൾ കൊടുക്കുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ഇയാൾ കാശ് വാങ്ങിയാൽ പിന്നെ എന്താണ് ഇതിൻ്റെ സ്ഥിതി? SP നിങ്ങളൊന്ന് പറയും. അല്ല, നിങ്ങൾ തന്നെ പറയാം. നിങ്ങൾ അജിത്തിൻ്റെ ആ ഒരു സ്വഭാവം അറിയുന്ന ആളുകൾ കൂടെ വർക്ക് ചെയ്യുന്നവർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്താ? അതെ, അപ്പം അവിടെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ. MLA എന്റെ കാര്യത്തിൽ ഒരു ഇതാക്കും. നാളെ എനിക്കൊന്ന് പരിഹാരമാക്കി തന്നെ ഞാൻ തിങ്കളാഴ്ച മനസ്സമാനമായിട്ട് ജോലി ചെയ്ത് കേട്ടെ. ഒരു മെയിൽ അയക്കി പ്ലീസ്. നാളത്തെ ഒരു ദിവസം കൂടി തരും SP. ഞാൻ എന്താ വെച്ചാൽ ഞാൻ വിളിച്ചോളാം. ഉറക്കവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ വിളിച്ചോണ്ടിരിക്കേണ്ടി വരും. എപ്പോഴെങ്കിലും പറ, ഞാൻ ആ സമയത്ത് തിരിച്ചു വിളിക്കാം. അല്ല, ഞാൻ എപ്പോൾ എന്നെ നിങ്ങൾ വിളിക്കണം. ഇപ്പോൾ എന്താ രാത്രി 9:30 ശേഷം ഞാൻ 9:30 10 o'clock ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തുള്ളൂ. വഴി നിന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. വണ്ടിയിൽ ആളുകളുണ്ടാവും ഒക്കെ. ഇപ്പം ഈ ഒരു ഇഷ്യൂ ഇത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ വയ്യല്ലോ, ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല. നാളെ കൊണ്ട് എനിക്കൊന്ന് എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്തു പ്ലീസ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നാളെ അനുകൂലമായിട്ട് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന നമ്മുടെ ലീഡർഷിപ്പിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ എനിക്കൊരു വിഷയമില്ല. നമ്പർ 1. നമ്പർ 2, ഞാൻ ഒറ്റ കാര്യം കൂടി SP യോട് ചോദിച്ചോട്ടെ. ഇങ്ങനെ ഒരു എൻക്വയറിക്ക് പോയി കഴിഞ്ഞാൽ SPക്ക് ഇതിൽ എന്തെങ്കിലും വിഷയം വരുമോ? അല്ല, എൻക്വയറി ഓൾറെഡി നടക്കുന്നുണ്ട്, അതൊന്നും ആകത്തില്ല. എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, MLA ഇതൊരു പരാതി കൊടുത്തു കഴിയുമ്പം അത് പുറത്ത് വന്നു കഴിയുമ്പം ഞാൻ ഓൾറെഡി ഒരു കസ്റ്റോഡിയലത്തിന്റെ ഇഷ്യൂസ് തുടങ്ങി. ഇങ്ങോട്ടേക്കുള്ള അറ്റാക്കുകൾ മുഴുവൻ നേരിടുമ്പോൾ എനിക്ക് അത് ഫേസ് ചെയ്യാനായിട്ടുള്ള, അത് MLA കൊടുത്ത ഒരു പരാതി എന്ന് പറയുമ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥ ഇല്ല. എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാനിപ്പോ ചോദിച്ചു, ഞാൻ കൊടുത്ത പരാതി നിങ്ങൾക്ക് മെയിലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടോന്ന് ചോദിച്ചു. അതില്ല, പറ്റില്ല. അതെ, അറിയാലോ, അത് മനസ്സിലായി. അപ്പൊ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് തടിയൂരണ്ടേ? MLA അതൊന്നും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തുകൂടെ? ഈ പരാതിയുമായിട്ട് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അല്ല, അത് നാളെ ഞാൻ പറഞ്ഞില്ലേ, ഒരു MLAയുടെ ഒരു ഈ എത്രയോ വിഷയത്തിൽ അവനെ പിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഉണ്ട്. ഈ ലൈഫ് മിഷന്റെ ഇഷ്യൂ, അത് ഇത് എത്ര കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാനുണ്ട്. നിങ്ങൾ അത് ചെയ്താൽ പോരെ? ശശിനെ പിടിക്കാന്നുള്ളതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? എന്നോട് നിങ്ങൾക്ക് സ്നേഹമല്ലേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് എന്നോട് ശത്രുതയില്ലല്ലോ. അല്ല, നമുക്ക് ഒരാളോട് നിങ്ങളോട് ഒരു ശത്രുത ഉണ്ടാവേണ്ട കാര്യം എനിക്കില്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊരു പ്രയാസത്തിൽ പെട്ടു, എന്നെ വിളിച്ചു, ഞാൻ സഹായിച്ചില്ല ആ കാലത്ത്. അത് MLA ആ നന്ദി ഉള്ളത് കൊണ്ടും ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ചോദിക്കാനുള്ളത് കൊണ്ടും അല്ലേ ഞാൻ മറ്റൊരാളെ കൊണ്ട് വിളിപ്പിക്കാതെ ഞാൻ MLA നേരിട്ട് വിളിച്ചത്. അല്ല, അപ്പൊ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഒരാളെ ദുരന്തത്തിൽപ്പെട്ട നമ്മൾ സഹായിക്കാന്നുള്ളതാണ് നമ്മളുടെ പോളിസി. ഇതൊന്നും ചെയ്യും. ഇനി നമ്മൾ ഇത്ര എനിക്ക് സത്യത്തിൽ പറഞ്ഞ എന്റെ തല പോഞ്ഞുകൊണ്ടിരിക്കും 2 ദിവസമായിട്ട്. MLA എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഒറ്റ സെന്റൻസിൽ ഇതിൽ നിങ്ങളൊന്ന് ഒന്ന് പിന്നോട്ട് വലിഞ്ഞാൽ നിങ്ങൾക്ക് 100 വിഷയങ്ങൾ മുമ്പോട്ട് എടുത്ത് വെക്കാൻ വേറെ ഉണ്ടല്ലോ. എത്രയോ ഇവനെതിരെയുള്ള പരാതി പോലീസുകാർ തന്നെ തരും. ഇവൻ ഈ 50 കിലോമീറ്റർ ദൂരം മാറ്റിയത്, ഈ മണ്ണുകാർ ലൈഫ് മിഷൻ പിടിക്കുന്നത്, ഈ പറഞ്ഞ ചെങ്കല്ല് വണ്ടികൾ മുഴുവൻ കൊണ്ട് പിടിച്ചിടുന്നത്, അവിടെ എനിക്ക് തോന്നുന്നത് ലീഗുകാരെ കണ്ട് ഇവനെതിരെ സമരം ചെയ്യാതിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ കാണിക്കണേ എല്ലാവരും MLAയുടെ ഒപ്പം നിൽക്കും. അല്ല, സമരം നമ്മൾ തന്നെ ചെയ്തല്ലോ. ഈ ലൈഫ് മിഷന്റെ കാര്യത്തില് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഫുൾ മെമ്പർമാര്, LDF, UDF ഒരു വ്യത്യാസമില്ല, എല്ലാവരും കൂടെ പോയിട്ട് ഇയാളെ പോയി കണ്ടു. ദയവായി ഉപദ്രവിക്കരുത്. ആ വീട് കെട്ടിയ തറയിലേക്ക് മണ്ണിടാനാണ്. ഒരു 400 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് SP എത്ര മണ്ണാണ് വേണ്ടത്? SPക്ക് അറിയാലോ. ഈ പറയുന്ന ഒരു 150 അടി മണ്ണ് അല്ലെങ്കിൽ 200 അടി മണ്ണ് ഒരു ചെറിയ പിക്കപ്പിൻ്റെ ഒരു ലോഡ് മണ്ണാണ്. അത് അപ്പുറത്തെ പറമ്പിൽ നിന്ന് ആളുകൾ സമ്മതം കൊടുക്കുകയാണ്, നിങ്ങൾ ഇവിടുന്ന് ശേഷം മണ്ണെടുത്തോ, ഈ സാധുവിന് വീടുണ്ടാവട്ടെ വെച്ച്. അതിനിങ്ങനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ
MLA അവനെ നിങ്ങൾ അവനെ മാറ്റിയ പോലെ ഈ പ്രശ്നം തീർന്നില്ലേ? അതാണ് വിഷയം. ഈ ആദ്യ വട്ടന്മാരെ ഇവിടെ കൊടുന്നിട്ട് ഈ നാട് നശിപ്പിച്ചാൽ ഇത് നമ്മൾ ഇതിനെ ബാധിക്കുന്ന മുഴുവൻ ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിനെയും ഈ പൊതുപ്രവർത്തകരെയല്ലേ. അയാൾക്ക് എന്താ നമ്മുടെയൊക്കെ ഈ പുച്ഛം? ബേസിക് സംശയം ചോദിക്കട്ടെ, MLA ഭരണപക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്വന്തമായിട്ട് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ് മാറിയുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ വരവരാതിന്റെ ഒന്നും അവിടെ നിന്ന് മാറ്റില്ലേ? ഞാനത് പറഞ്ഞില്ല, ഞാൻ പോലീസിൽ ഇടപെടലില്ല. ഇപ്പം SP അറിയില്ല, SP 3 വർഷം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ എത്ര വർഷങ്ങളെ വിളിച്ചത്? വളരെ അപൂർവമായിരിക്കും. എനിക്കറിയാം അത്. പക്ഷെ ഇത്രയും കൈ എട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യില്ലേ? നിങ്ങളെ പോലെ സീനിയർ ആൾക്കാർ അത് പറഞ്ഞു ചെയ്യില്ലേ? അതെന്താ ചെയ്യാത്തതാണ് എന്റെ ചോദ്യം. നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവനെങ്ങനെ ഏറ്റവും വലിയ നീതിമാനായ ഉദ്യോഗസ്ഥനായി ഇതുപോലെയുള്ള കാര്യമില്ലല്ലോ. പാർട്ടിയല്ല തീരുമാനിക്കുന്നത് ആരാ എവിടെ ഇരിക്കണം എന്നുള്ളത്. ഞാനതിൽ ഇടപെട്ടിട്ടില്ല SP, അതുകൊണ്ടാ. നോക്കാം നമുക്ക്. അത് നിങ്ങളൊന്ന് ഇടപെട്ടൊന്ന് മാറ്റി. എന്തായാലും നാളെ രാത്രി നമുക്ക് സംസാരിക്കാം. നാളത്തേക്ക് ഞാനൊരു വഴി ഉണ്ടാക്കാൻ കഴിയാൻ നോക്കട്ടെ. MLA ഒരു ഒറ്റ മെയിലിൽ തീരുന്ന ഒരു പ്രശ്നമാണ്. അതിന് എനിക്ക് മനസ്സമാനമായിട്ട് ജീവിക്കാം. ഇവനെ നിങ്ങൾ മാറ്റുക, തല്ലിക്കൊല്ലി, എന്ത് വേണം ചെയ്യേ. ഇത് എവിടെ എത്തിയെന്നറിയാം SP? അതായത് ഈ മരം മുറിച്ച് അതിൻ്റെ തേക്കിൻ്റെ അടിക്കഷ്ടം നിങ്ങളെടുത്തു. പിന്നെ ഈ എന്താ പറയുക, മഹാഗണി അവിടെ 2 സ്റ്റെമ്പായി നിൽക്കുന്ന വലിയ മരമുണ്ട്. ആ മരത്തിൽ നിന്ന് ഒരു സ്റ്റെമ്പ് കട്ട് ചെയ്തു, വലിയ ഒരു മരത്തിനേക്കാളും സൈസ് ഉള്ളത്. അത് നിങ്ങൾ ഫർണിച്ചർ ഇവിടുന്ന് കോട്ടയ്ക്കൽ നിന്ന് ഫർണിച്ചർ ഉണ്ടാക്കി. ആ സാധനം ഇവിടുന്ന് കൊണ്ടുപോയി. എന്നിട്ട് ഇതൊരു ഇഷ്യൂ ആയി വന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ഫർണിച്ചർ കത്തിച്ചു. അങ്ങനെ നിങ്ങളുടെ മദർ നിങ്ങളെ ഹലോ കോള് കയറിയതാ. എന്നിട്ട് ഇതൊരു ഇഷ്യൂ ആകും എന്ന് അറിഞ്ഞൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ വീട്ടിൽ ഈ ഫർണിച്ചർ കത്തിച്ചു. എന്നിട്ട് നിങ്ങളുടെ മദർ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ചോദിച്ചു, കുഞ്ചുവിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, അങ്ങനെ ഫർണിച്ചറെല്ലാം കത്തിച്ചല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിസ്കഷൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്വേഷിച്ച് തീർന്നാൽ ഈ വിഷയങ്ങൾ അവസാനിച്ചില്ലേ SP? ഇതിങ്ങനെ നടക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഈ പരാതി പിൻവലിച്ചാൽ വേറെ പരാതി വരും. അല്ല, ആയിക്കോട്ടെ, അത് വേറെ ആര് പരാതി കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. MLA ഒന്ന് വിഡ്രോ ചെയ്താൽ മതി. ലീഗിന്റെ MLA കൊടുത്താലോ? അത് കൊടുത്താൽ എനിക്ക് പ്രശ്നമില്ല. അവര് പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ, അവര് കൊടുത്തോട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് SP, നിങ്ങൾ വളരെ ചെറിയ ഒരു എന്താ പറയുക ഇതിൽ നിന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ വിഷയം വീണ്ടും പൊന്തി വരും. നമ്മൾ ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറരുത്. എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു പ്ലീസ്. നിങ്ങൾ മാറിയാൽ മതി. വേറെ ആര് എന്ത് കൊടുത്താലും എന്റെ വിഷയങ്ങളെ അല്ല. എന്താ പറയാ, എന്തായാലും SP നാളെ പകരം ഇത്രയും റിക്വസ്റ്റ് ചെയ്യില്ല. 2 ദിവസമായിട്ട് നിങ്ങളെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുന്ന ഇതേ പോയിന്റ് അല്ലേ? നിങ്ങൾ ഒന്ന് എഗ്രി ചെയ്തിട്ട് എല്ലാം ഞാൻ സമ്മതിച്ചു. നിങ്ങളുടെ മാനസികാവസ്ഥ ഈ പറഞ്ഞതെല്ലാം ഐ അഗ്രി വിത്ത് യു. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം, SP എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എൻക്വയറി വരുന്നതല്ലേ നിങ്ങൾക്ക് നല്ലതെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത്. എൻക്വയറി നടന്നോട്ടെ, പക്ഷെ എനിക്ക് MLA കൊടുക്കരുത്, അത്രേ ഉള്ളൂ. അതിന് ഒപ്പോസിഷൻ MLA കൊടുത്താൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അൻവർ MLA കൊടുക്കരുത്. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങൾ ഞാൻ ഇത്രയൊക്കെ ആയാലും ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ പേഴ്സണൽ ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിൽ ഒരു എൻക്വയറി നടന്നാൽ ആ എൻക്വയറി നമുക്ക് ഈ നിങ്ങൾ ഈ ഫയല് ശരിയാക്കിയതിൽ എന്തെങ്കിലും പാളിച്ച നിങ്ങളുടെ അടുത്ത് വന്നു പോയിട്ടുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്താണ് എന്റെ പൊന്ന SP നിങ്ങൾ ഭയപ്പെടുന്നത്? എനിക്ക് MLA കൊടുക്കുമ്പോ ഉണ്ടാകുന്ന പ്രശ്നം, അതിനൊരു വലിയൊരു ഹൈപ്പ് പോവും. അതിൽ എനിക്ക് വരുന്ന ഈ ഇമേജിൽ ഉണ്ടാകുന്ന ഡാമേജ്, ഓൾറെഡി ഞാൻ തകർന്നിരിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് അത് ഒരു ഒപ്പോസിഷൻ MLA കൊടുത്താൽ എനിക്ക് മനസ്സിലാകും. പക്ഷെ പരാമർശത്തിരിക്കുന്ന ഇത്രയും ശക്തനായ ഒരു MLA കൊടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അതാണ് എന്റെ പ്രശ്നം. എന്താ ചെയ്യാ? എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേ. നിങ്ങൾ എന്നിട്ട് വേറെ ആരെങ്കിലും പരാതി കൊടുക്കുവാണെങ്കിൽ കൊടുക്കട്ടെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഓൾറെഡി ശ്രീത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, അതൊന്നും അവിടെ എത്തൂലേ, അതുകൊണ്ടല്ലേ. എന്ത് കഷ്ടാണ്. അതാ നിങ്ങൾ പ്രബലരായിട്ടുള്ള വേറെ ആരെങ്കിലും കൊടുത്തോട്ടെ, അതൊന്നും ഒരു പ്രശ്നവുമില്ല. എന്തായാലും എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യേ. ഓക്കെ, നാളത്തെ ഒരു ദിവസങ്ങൾ എനിക്ക് തരൂ പ്ലീസ്. നീട്ടിക്കൊണ്ട് പോകരുത് പ്ലീസ്. ഞാനിപ്പോ 2 ദിവസമായിട്ട് നിങ്ങളെ വിളിച്ചോണ്ടിരിക്കാം. എനിക്കറിയാം നിങ്ങൾ വിചാരിച്ച തീരുന്ന കാര്യങ്ങളേ ഉള്ളൂന്ന്. എന്തായാലും നാളെ ഈ സമയത്ത് നമുക്ക് 10 o'clock നമുക്ക് സംസാരിക്കാം. അപ്പോഴേക്ക് ഒരു വിവരം തരാം. എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ നമ്മളെ ഒരു
ഒരിക്കലുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മളിപ്പോൾ ഇത്രയും എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തില്ലേ. അപ്പൊ നാളെ MLA എനിക്ക് വേണ്ടി ചെയ്തു തരുന്നു ഞാൻ വിശ്വസിക്കണു. ഞാൻ വിളിക്കും നാളെ 10 മണിക്ക് ഞാൻ വിളിക്കും. ഹലോ, 10 മണിക്ക് ഞാൻ വിളിക്കും നാളെ രാത്രി. അല്ല MLA അത് MIL ചെയ്യുന്നു ഞാൻ വിശ്വസിക്കണു. ഒരു പോസിറ്റീവായിട്ട് മറുപടി നമുക്ക് തരും. ഡോൺ വറി. ഓക്കെ, ഇനി മറ്റ് വിഷയങ്ങളിലേക്ക് വീണ്ടും ചർച്ച ചെയ്യരുത്. നമുക്ക് ഒറ്റ പോയിന്റിലേക്ക് നിർത്താം. MLA ഒരു മെയിൽ അയച്ച് അതൊന്ന് ക്ലോസ് ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ ലോകത്തുള്ള ഏത് മനുഷ്യൻ കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. ആയിക്കോട്ടെ. നാളെ നമുക്ക് അത് ഓക്കെ, ശരി. താങ്ക് യു. ഓക്കെ.